മെഡിസിനായിട്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അമ്മയ്ക്ക് കരൾ ദാനം ചെയ്യുന്ന വിവരം മാധ്യമങ്ങളിൽ കൂടിയും ചാനലുകളിൽ കൂടിയും നമ്മൾ അറിയാനിടയായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് ഭയങ്കര അത്ഭുതവും സന്തോഷവും ഒക്കെ. ഹോളി ഗ്രേസ് എഞ്ചിനീയറിംഗ് കോളേജ് സൗജന്യമായിട്ട് അവളുടെ പഠനത്തിൻ്റെ മുഴുവനും ചെലവുകൾ വഹിക്കാനായിട്ട് മുന്നോട്ട് വന്നതിലും ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. 18 വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കുകയും അമ്മയ്ക്ക് സ്വന്തം കരൾ പകർന്നു നൽകാനുള്ള മനസ്ഥിതിയെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ആദരിച്ചേ പറ്റൂ. എൻ്റെ മകളുടെ ഭാഗ്യം ഞങ്ങളുടെ ഭാഗ്യമായിട്ട് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത്. അവളുടെ പഠനം ഞങ്ങൾക്ക് പ്രതിസന്ധി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മെയിനായിട്ട് നമ്മുടെ സാമ്പത്തികം വലിയൊരു ഇത് തന്നെയായിരുന്നു. ഏകദേശം ഹോസ്പിറ്റലിലെ കണക്ക് പ്രകാരം 35 ലക്ഷം രൂപ ഓപ്പറേഷനും കാര്യങ്ങൾക്ക് വേണം. എനിക്കത് അവളതിന് വില്ലിങ് ആയത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റണില്ല. ഇത് നിങ്ങളുടെ ഓരോരുത്തരും ഓരോ സഹായമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആശ്രയം. തൻ്റെ ഓരോ ജന്മദിനത്തിനും സ്നേഹസമ്മാനം നൽകാറുള്ള അമ്മ റീനയ്ക്ക് ഇക്കുറി അങ്ങോട്ടൊരു വിശിഷ്ട സമ്മാനം നൽകാനൊരുങ്ങുകയാണ് ദിയ. അമ്മ റീനയ്ക്ക് കരൾ നൽകാൻ 18 വയസ്സ് തികയാൻ കാത്തിരിക്കുകയായിരുന്നു അവൾ. 18ാം ജന്മദിനത്തിൽ എറണാകുളത്തെ ലേക്ക് ഷോർ ആശുപത്രിയിലാണ് ഈ കരൾ മാറ്റ ശസ്ത്രക്രിയ നടക്കുന്നത്. മേലടൂർ ആനാമ്പലത്ത് ദിനിൽകുമാർ റീന ദമ്പതികളുടെ മകളാണ് ദിയ. ലക്ഷണം എന്ന് വെച്ചാൽ മുഖത്ത് കറുത്ത പാടുകളും കുരുക്കളും ഒക്കെ ആയിട്ടാണ് ഇതുണ്ടായിരുന്നത്. പക്ഷേ അത് ഞങ്ങളൊരിക്കലും ഇങ്ങനെയൊരു ലിവർ സംബന്ധിച്ചുള്ള പ്രശ്നമാണെന്ന് അറിയില്ലായിരുന്നു. അത് മുഖത്ത് അലർജി ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. പിന്നീടാണ് വയറ് വീർത്ത് വരികയും അതുപോലെ തന്നെ കാലിൽ നീരും ശ്വാസമുട്ടൊക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണാനായിട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ലിവറിൻ്റെ പ്രശ്നമാണെന്നുള്ള രീതിയിലേക്ക് വരികയും അവിടുന്ന് പിന്നീട് നമ്മൾ ഈ അസുഖം കണ്ടുപിടിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ലാസ്റ്റ് സ്റ്റേജാണ്, ഇനിയിപ്പോൾ എന്തായാലും ലിവർ മാറ്റി വയ്ക്കുക അല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല, മെഡിസിനായിട്ട് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നമ്മളിത് മാറ്റി വയ്ക്കണം എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന രീതിയിൽ മറ്റൊരു ഡോക്ടറെയും കൂടി കാണുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് ആ ഡോക്ടറും കൂടെ പറഞ്ഞു ഇത് ഇത് തന്നെ അല്ലാതെ മാറ്റി വയ്ക്കുന്ന ഒരു ഇതല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല, എന്തായാലും മാറ്റി വെച്ചേ പറ്റുള്ളൂ എന്നാണ് അവിടുന്ന് ഡോക്ടർ പറഞ്ഞത്. മരുന്നുകൊണ്ട് രോഗം മാറ്റാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയതോടെയാണ് കരൾ മാറ്റിവെക്കൽ നടപടിയിലേക്ക് നീങ്ങിയത്. 35 ലക്ഷം രൂപയാണ് ഇതിന് ചെലവ് വരുന്നത്. അമ്മയ്ക്ക് കരൾ നൽകാൻ ദിയ തയ്യാറായെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇലക്ട്രീഷ്യനായ പിതാവ് ദിനിലും കുടുംബവും. ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മേലടൂർ നാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കേളികെട്ട ഒരു സ്ഥലമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മേലടൂർ ഇൻഫൻറ്റ് ജീസസ് ചർച്ചിൻ്റെ കീഴിൽ ഇൻഫൻറ്റ് ജീസസ് മിഷൻ ഹോസ്പിറ്റലിൽ സൗജന്യമായിട്ടുള്ള ചികിത്സ നൽകുന്നത്. ഈ കഴിഞ്ഞ മാർച്ച് മാസം അവസാന ആഴ്ചയിൽ ഞങ്ങളുടെ ഈ പ്രദേശത്ത് മേലടൂരിൽ പള്ളിയോട് അടുത്ത് കിടക്കുന്ന പുഞ്ചിരി നഗർ എന്ന് പറയുന്ന ഒരു റെസിഡൻ്റ് അസോസിയേഷനിൽ അവിടെ അധിവസിക്കുന്ന കുടുംബമാണ് ദിനിൽ കുമാറിൻ്റെ കുടുംബം. ദിനിലിൻ്റെ പ്രിയപ്പെട്ട പത്നി റീനയ്ക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് അധികൃതരൊക്കെ കൂടി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോൾ അതിലേക്ക് എന്നെയും കൂടെ ക്ഷണിച്ചിരുന്നു. ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അന്ന് ആ മീറ്റിങ്ങിൽ വെച്ച് ഞങ്ങളൊക്കെ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു കരൾ ദാതാവിനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾ ആ വിഷയം വളരെ ഗൗരവതരമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ റീനയുടെ ദിനിലിൻ്റെ മകള് ഇതിൻ്റെ തൊട്ട് പിന്നിൽ +2 പരീക്ഷയ്ക്കായിട്ട് പഠിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെയാണ് ഞങ്ങൾ കണ്ടത്. പക്ഷേ അന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഈ കുട്ടി ഇതിന് യോഗ്യമായിട്ട് മുന്നോട്ട് വരുമെന്നുള്ളത്. ഞങ്ങൾ പലരെയും സമീപിച്ചു, പക്ഷെ ആരുടെയും
സൂട്ടബിൾ അല്ലാതെ വന്നു. പക്ഷെ അപ്പോഴാണ് അവരുടെ മകൾ തന്നെ ദിയ വളരെ സന്തോഷത്തോടു കൂടി അമ്മയ്ക്ക് തൻ്റെ കരൾ പകുത്തു കൊടുക്കാനുള്ള ആ വലിയ മനസ്സ് ആ മകൾ കാണിച്ചത്. അമ്മയിൽ നിന്നും സ്വീകരിച്ചത് ആ ജീവൻ, അത് മുഴുവനും തൻ്റെ അമ്മയ്ക്കായിട്ട് പകുത്തു കൊടുക്കാനായിട്ടുള്ള ആ മകളുടെ വലിയ മനസ്സിനെ ഞങ്ങൾ ഈ അവസരത്തിൽ ഏറ്റവും ശ്ലാഘിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. അത് പ്രകാരം ആ അമ്മയ്ക്ക് ആ മകളിലൂടെ ഒരു പുനർജന്മം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായിട്ട് വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ടൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ഉദാരമായ സഹായ സഹകരണം, സാമ്പത്തികമായ സഹായം നൽകണമെന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. അവരുടെ ദിയയുടെ തുടർന്നുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ഹോളി ഗ്രേസ് എഞ്ചിനീയറിംഗ് കോളേജ് സൗജന്യമായിട്ട് അവളുടെ പഠനത്തിൻ്റെ മുഴുവനും ചെലവുകൾ വഹിക്കാനായിട്ട് മുന്നോട്ട് വന്നതിലും ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. ഹോളി ഗ്രേസ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അധികൃതരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണം റീനയുടെ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഉണ്ടാകണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറ്റവും നന്ദി നിറഞ്ഞ മനസ്സോടെ ദൈവനാമത്തിൽ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്ക് കരൾ പകുത്തു നൽകാൻ തയ്യാറായ ദിയയ്ക്ക് ബിടെക് കോഴ്സ് സൗജന്യമായി പഠിക്കാനുള്ള സൗകര്യമൊരുക്കി മാള ഹോളി ഗ്രേസ് അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്. ഇഷ്ടവിഷയമായ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിലാണ് കോളേജ് പ്രവേശനം നൽകിയിരിക്കുന്നത്. കോളേജ് ചെയർമാൻ സാനി ഏടാട്ടുകാരൻ ദിയയുടെ വീട്ടിലെത്തി ഓഫർ ലെറ്റർ കൈമാറി. ചെറുപ്പം മുതലുള്ള ദിയയുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുകയാണ് ഇവിടെ മാള ഹോളി ഗ്രേസ് അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ്. ദിയ ഞങ്ങളുടെ CBSE സ്കൂളിൽ LKG മുതൽ 7ാം ക്ലാസ് വരെയും പഠിച്ചിരുന്ന ഒരു കുട്ടിയാണ്. 7ാം ക്ലാസ് കഴിഞ്ഞു അടുത്തുള്ള സ്നേഹഗിരി സ്കൂളിലേക്ക് മാറുകയും സെയിസ്റ്റ് സെലബിലേക്ക് മാറുകയും മറ്റുമാണ് ഉണ്ടായത്. അതിനുശേഷം ഈ കുട്ടി ഒരു 8-10 ദിവസം മുമ്പ് എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നു അഡ്മിഷൻ ആവശ്യപ്പെടുകയുണ്ടായി. അന്ന് ഈ സംഭവം ഞങ്ങൾക്കറിയില്ല, ഇങ്ങനെ ഈ സംഭവം പുറത്തു വന്നിട്ടില്ല. ഇവർ അപ്പോൾ ആവശ്യപ്പെട്ടു, നമ്മൾ അഡ്മിഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. കുട്ടി നോമിനലായിട്ട് എന്തോ ഫീസ് കൂടെ കൊടുത്തു പോയി അഡ്മിഷൻ രജിസ്റ്റർ ചെയ്യാനായിട്ട്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കുട്ടിയെ പറ്റിയുള്ള അമ്മയ്ക്ക് കരൾ ദാനം ചെയ്യുന്ന വിവരം മാധ്യമങ്ങളിൽ കൂടിയും ചാനലുകളിൽ കൂടിയും നമ്മൾ അറിയാനിടയായത്. അപ്പോൾ നമ്മളുടെ ചാരിറ്റബിൾ പ്രവർത്തനത്തിൽ ഈ കുട്ടിയെ ഉൾപ്പെടുത്തി ഈ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ്, ഈ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജ് 4 വർഷത്തെ ഫീസും മറ്റുള്ള അതിനോടനുബന്ധിച്ചുള്ള അഡ്മിഷൻ ഫീസും ക്വാർട്ടർലി ഫീസും എല്ലാം ഇളവ് ചെയ്ത് ഏകദേശം 5 ലക്ഷം രൂപ വരുന്ന ചെലവുകൾ ഇളവ് ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ അടിയന്തരമായി ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അതുപ്രകാരം ഈ കഴിഞ്ഞ ദിവസം, അതായത് 18-ാം തീയതി അന്ന് വിചാരിക്കുന്നു, ആ കുട്ടിയുടെ ജന്മദിനത്തിൽ തന്നെ ഞങ്ങൾ ഡയറക്ടേഴ്സും ഇതിൻ്റെ ഭാരവാഹികളും കുട്ടിയുടെ വീട് സന്ദർശിക്കുകയും കുട്ടിയുടെ വിവരങ്ങൾ പാരൻസിൽ നിന്ന് ശേഖരിക്കുകയും അമ്മയുടെ അസുഖത്തെ പറ്റി അന്വേഷിക്കുകയും ഈ കുട്ടിയായിട്ട് സംസാരിക്കുകയും കുട്ടിക്ക് ഭയപ്പെടേണ്ടതില്ല എന്നും ഈ ഓപ്പറേഷൻ വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും, അതിനുശേഷം സുഖം പ്രാപിച്ച് കോളേജിൽ വന്ന് പഠനം തുടരാം എന്നുള്ളൊരു ഓഫർ കുട്ടിക്ക് കൊടുക്കുകയുണ്ടായി. നമ്മളത് റൈറ്റിങ്ങിലാണ് കൊടുത്തത്. അങ്ങനെ വളരെ സന്തോഷപ്രദമായി ആ കുട്ടി അത് സ്വീകരിക്കുകയും കുട്ടിയുടെ പാരൻസുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ഉണ്ടായി. ഞാൻ ഈ സ്കൂൾ ഓഫർ ചെയ്ത് ഞാൻ അവിടെ 7 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ബിടെക് IT-യോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ IT അവിടെ ഉണ്ടെന്ന് ഒരു കോൾ വന്നിരുന്നു. ഞങ്ങൾ അത് അന്വേഷിക്കാനായിട്ട് പോയത്. അപ്പോൾ ഞങ്ങളുടെ ഈ സാഹചര്യം പറഞ്ഞിരുന്നു.
അപ്പോൾ അവരെന്നെ മാർക്ക് കണ്ടൊരു ചെറിയൊരു സ്കോളർഷിപ്പ് തന്നിരുന്നു. ഞാൻ കീം എഴുതാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നം ഉണ്ടായി. ഞാൻ ബിസിനസ് സീറ്റിലായിട്ടാണ് കയറാൻ പോയത്. അപ്പോൾ എൻ്റെ ഒരു ഡിസിഷനും പിന്നെ ന്യൂസ് റിപ്പോർട്ട് ഇതൊക്കെ കേട്ടപ്പോൾ ഇവർ എനിക്കൊരു ഗിഫ്റ്റ് പോലെ ഓഫറായിട്ട് വന്നു. ഈ ബിടെക് 4 കൊല്ലത്തെ കോഴ്സ് അവരായിട്ട് ഏറ്റെടുക്കും എന്ന് പറഞ്ഞ് വന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് ഭയങ്കര അത്ഭുതവും സന്തോഷവും ഒക്കെ. ഇതിപ്പോൾ ഇങ്ങനെ സാഹചര്യത്തിൽ പഠിപ്പിക്കാനൊരു മാർഗം ഇല്ലല്ലോ. അപ്പോൾ ഇത് ഭയങ്കര ഒരു അതെ. ഞങ്ങൾ ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏകദേശം 6 സ്ഥാപനങ്ങളുണ്ട്. CBSE സ്കൂൾ, എഞ്ചിനീയറിംഗ് കോളേജ്, MBA കോളേജ്, ആർട്സ് ആൻഡ് സയൻസ്, പോളിടെക്നിക്, ഫാർമസി കോളേജ്. ഇതിൽ വിവിധതരം കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ 2009 തുടങ്ങി മാള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 2 നേരവും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പാകം ചെയ്ത് ഇവിടുത്തെ MBA സ്റ്റുഡൻസ് അവിടെ കൊണ്ടുപോയി സർവ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോവിഡ് കാലത്ത് നമ്മൾ ഒരു മൊബൈൽ ലാബ് ഞങ്ങളുടെ സ്കൂൾ ബസ് കൺവേർട്ട് ചെയ്ത് മൊബൈൽ ലാബ് ആക്കി പഞ്ചായത്തിന് വിട്ടുകൊടുത്ത് വിവിധ വാർഡുകളിൽ പോയി മെഡിസിൻ സപ്ലൈ ചെയ്യാനൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഫ്ലഡ് വെള്ളപ്പൊക്ക കാലത്ത് ഇവിടെ 10,000-2000 കൂടുതൽ ആളുകൾക്കുള്ള താമസ സൗകര്യവും ഭക്ഷണവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനെ സഹായിക്കാൻ വന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസിന് ഇവിടെ താമസ സൗകര്യം, ഡൽഹിയിൽ നിന്ന് വന്ന ഈ ഫ്ലഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിന് ഇവിടെ താമസ സൗകര്യം, അവരുടെ ഭക്ഷണം എല്ലാം ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഏറ്റവും തുടങ്ങിയത് നമ്മുടെ കണ്ണ് ഈ കാറ്ററാക്റ്റിൻ്റെ ഓപ്പറേഷൻ കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലുമായി ടൈപ്പ് നടത്തി അവിടുത്തെ കൊണ്ടുപോയി രോഗികളവിടെ കൊണ്ടുപോയി ചികിത്സിച്ച് അവർ തിരിച്ചു കൊണ്ടുവരികയും അതിൻ്റെ ഫോളോ അപ്പായിട്ട് പിന്നെയും കൊണ്ടുപോകേണ്ട രോഗികളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിരുന്നു. ഇതിനും പുറമെ ഫ്ലഡ് കാലത്ത് വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഞങ്ങൾ എല്ലാ പഞ്ചായത്തിലും ഓരോ വീടെന്ന നിലയ്ക്ക് ആരംഭിച്ച് ഏകദേശം 4 വീടുകളോളം ഞങ്ങൾ പണിത് കൊടുത്തു കഴിഞ്ഞു. ഇനിയും 2-3 പഞ്ചായത്തിലേക്ക് കൊടുക്കാനുണ്ട്. ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതും ആരംഭിച്ചത്. പിന്നെ ഈ കുട്ടി നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ഏകദേശം ഒരു ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ കുട്ടിയെ ഏത് വിധത്തിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടുകയും അത് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും കൂടുന്നൊരു കമ്മിറ്റിയാണത്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അത് കൂടുകയും അപ്പോൾ ഏത് വിധത്തിൽ സഹായിക്കാം എന്നുള്ളതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടക്കുകയും ഒരു ആലോചന യോഗത്തിൽ ഞങ്ങൾ ഇങ്ങനെ അവരെ ഫ്രീ ആയിട്ട് അവരെ ആ കോഴ്സ് പഠിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനം എത്തുകയാണ് ഉണ്ടായത്. 18 വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കുകയും അമ്മയ്ക്ക് സ്വന്തം കരൾ പകർന്നു നൽകാനുള്ള മനസ്ഥിതിയെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ആദരിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി പഠിക്കുന്നതിനുള്ള ഏതെല്ലാം വിധത്തിലുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നോ അതെല്ലാം ചെയ്തു കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചതും അതുതന്നെയാണ് കാരണം. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന പല സ്കൂളുകളിലും എൻ്റെ മകളുടെ ടീച്ചറും കൂടിയായിരുന്നു ഞാൻ. അതിനോടനുബന്ധിച്ച് തന്നെ മകൾക്ക് ഇങ്ങനൊരു ഓഫർ വന്നതിൽ സന്തോഷിക്കാൻ പറ്റുന്ന സമയമാണോ എന്ന് ചോദിച്ചാൽ അതല്ല. എന്നാൽ ഒരുപാട് സന്തോഷമുണ്ട് താനും. അവൾക്ക് ഇങ്ങനൊരു ത്യാഗം ചെയ്യുന്ന ഒരു മകൾക്ക് കിട്ടേണ്ട ഒരു കാര്യം തന്നെയാണ് അവൾക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അത് ഒരാളുടെയും എന്താ പറയുക സിമ്പതിയുടെ പുറത്തല്ല, അവൾ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സന്തോഷമുണ്ട്. അതിലുപരി തന്നെ ഇപ്പോഴും അമ്മയ്ക്ക് കരൾ കൊടുക്കാമെന്നുള്ളൊരു ചിന്താഗതിയും എനിക്കത് വിഷമത്തിന് ഇട തന്നെയാണ്. എന്നാലും എൻ്റെ മകളുടെ ഭാഗ്യം ഞങ്ങളുടെ ഭാഗ്യമായിട്ട് തന്നെയാണ് ഇപ്പോഴും കരുതുന്നത് അവളുടെ പഠനം. പ്രതിസന്ധി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങളുടെ സാമ്പത്തികം വലിയൊരു ഇത് തന്നെയായിരുന്നു.
കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വീടും ഈ 5 സെൻറ്റും ഇതേ ഉള്ളൂ നിലവിൽ. പിന്നെ മറ്റു രീതിയിലുള്ള ഒരു സാമ്പത്തികം കിട്ടാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഇല്ല. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഞാൻ പിന്നീട് ഇവിടെ നമ്മുടെ ഇവിടുത്തെ സുഹൃത്തുക്കളും അവർ മറ്റുള്ളവരായിട്ട് സംസാരിക്കുകയും അവർ മുഖേനയാണ് ഞങ്ങൾ ഓരോ വ്യക്തികളെയും, അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, മെമ്പർ, അങ്ങനെ ഉൾപ്പെട്ട എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ എത്തിച്ചേർന്നത്. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആദ്യം ഇലക്ട്രീഷ്യൻ അദ്ദേഹത്തിൻ്റെ തുച്ഛമായ ഒരു വരുമാനം കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പിന്നെ അവർ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നതാണ്. ഈ അസുഖം വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് വലിയ കാര്യമായ നടപടികളൊന്നും നടക്കാൻ പറ്റിയില്ല. പിന്നെ 2 കുട്ടികളുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അറിയാമല്ലോ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിലുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, ഇപ്പോൾ എല്ലാവരും നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല, അവരിൽ കുറേ പേര്, ഭൂരിഭാഗം ആൾക്കാർക്കും ഇത് ഇഷ്ടമായി തോന്നി. അവരെ നമ്മൾ നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി, പഞ്ചായത്തും പള്ളി എല്ലാ തരത്തിലും. അപ്പോൾ അവരുടെയൊക്കെ സഹായം ധാരാളം ഉണ്ടായിരുന്നു. അവരെല്ലാത്തിനും വന്ന് പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിൽ പോകാനും അവർ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഹോസ്പിറ്റലിലെ കണക്ക് പ്രകാരം 35 ലക്ഷം രൂപ ഓപ്പറേഷനും കാര്യങ്ങൾക്കും വേണം. പ്ലസ് അത് കഴിഞ്ഞാൽ ഇവരെ നോക്കുന്നുണ്ടെങ്കിൽ വേറെ ബുദ്ധിമുട്ടുണ്ട്. അതിന് ആരെങ്കിലും വേണ്ടി വരും. പ്ലസ് ദൈനംദിന ചിലവുകൾ. അപ്പോൾ എല്ലാം കൂടി വരും 10-40 ലക്ഷത്തിൽ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. എത്രയും കുറച്ച് കിട്ടുന്നു അത്രയും നല്ലതായിരുന്നു. വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, അപ്പോൾ ആരൊക്കെ അതിനെ കാണണോ അതിനൊക്കെ നമ്മൾ തയ്യാറായി. ഇതുവരെ ഇപ്പോൾ ഏകദേശം ഒരു 8 ലക്ഷത്തോളം നമുക്കിപ്പോൾ ഇതുവരെ ഉള്ള രീതിയിൽ ചിലവായിട്ട് മരുന്നും മറ്റുള്ള ഇതൊക്കെ ആയിട്ട്. ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 35 ലക്ഷമാണ് ഡോക്ടർ പറഞ്ഞ ഒരു റേറ്റ്. പിന്നെ മകളും കൂടെ ഇതിലേക്ക് വില്ലിങ്ങായി വന്നതോടുകൂടി വലിയൊരു ആശ്വാസമാണ്. അല്ലെങ്കിൽ ഡോണറെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടുന്ന ഒരു ഫണ്ട് അത് നമ്മൾ കണ്ടെത്തേണ്ട ഒരു രീതിയിലേക്ക് എത്തിച്ചേരേണ്ടതായിരുന്നു. ഒരിക്കലും മകളെ നിർബന്ധിച്ചില്ല, അവളുടെ സ്വന്തം ഇഷ്ടത്താലെ വന്നതാണ്. ഇതിനു മുൻപായിട്ട് അന്ന് ഇതിൻ്റെ തുടക്കത്തിൽ വൈഫിൻ്റെ ഈ രോഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതുപോലെ ഒരു 2 ആളുകൾ വന്നിരുന്നു ലിവർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷേ അവർ രണ്ടും ഫാറ്റി ലിവറായിട്ട് ഒഴിവാക്കേണ്ടി വന്നു. പിന്നെ മകള് മുന്നോട്ട് വരികയാണ് ചെയ്തത്. മകളുടെ ഒരു 18 വയസ്സ് തികയാത്ത ഒരു ഇതുകൊണ്ടാണ് ഞങ്ങൾ മോളിങ്ങനെ ഒരു രീതിയിൽ എന്താ പറയുക, 18 വയസ്സ് തികഞ്ഞപ്പോഴാണ് മോൾക്ക് ഇതിനെ പറ്റിയിട്ടൊരു ഇത് നമ്മളോട് പറഞ്ഞത്. അത് ഡോക്ടറായിട്ട് സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ഡോക്ടറും അതിന് സപ്പോർട്ട് രീതിയിൽ ഡോക്ടറും പറഞ്ഞു ഏറ്റവും ബെറ്റർ മകളുടെ ആണെങ്കിൽ ഏറ്റവും അനുയോജ്യം ഇത് തന്നെയാണ്, സൂട്ടാവാനും എല്ലാം കൊണ്ടും. അപ്പോൾ വേറെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മോള് ഇങ്ങനെ ഒരു ഇതുമായി മുന്നോട്ട് വന്നത് എല്ലാം കൊണ്ടും നല്ലതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മകൾക്കും ഇപ്പോഴും അതിനോട് 100% യോജിപ്പാണുള്ളത്. എൻ്റെ മകൾ ഇങ്ങനെ എനിക്കൊരു പുതുജീവൻ നൽകാമെന്ന് അവൾ പറഞ്ഞതിൽ അവളോട് എനിക്ക് തീരാത്ത കടപ്പാടെന്നല്ല, ജന്മം തീരാത്ത കടപ്പാട് തന്നെയാണ്. എൻ്റെ മോളാണെങ്കിൽ കൂടിയും ഒരിക്കൽ പോലും എൻ്റെ മകൾ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്, എന്നാലും ഞാൻ ഒരിക്കൽ പോലും മകൾ എനിക്കിങ്ങനെ
തൻ്റെ ലിവർ പകുത്ത് നൽകാമെന്നുള്ള ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷെ അവൾ തരാമെന്ന് പറഞ്ഞെങ്കിൽ എനിക്കത് ഒരിക്കലും വിശ്വസിക്കാനും കൂടി കഴിയുന്നില്ല. അവൾ പറയുമോ ഇരുന്നോ എന്നുള്ളൊരു സങ്കടം ഇപ്പോഴും ഉണ്ട്. ഇപ്പം എൻ്റെ മകളായതുകൊണ്ട് പറയല്ല, അത്രയും ഞാൻ പോഴ്ത്തി പറയണമല്ല. എനിക്കത് അവളതിന് വില്ലിങ് ആയത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റണില്ല. വളരെയധികം സന്തോഷമുണ്ട്. അതിലുപരി തന്നെ അവർക്ക് അമ്മേനെ കിട്ടും, പക്ഷേ അതിലുപരി തന്നെ സങ്കടമുണ്ട്. എൻ്റെ മകളാണല്ലോ ഇതിന് എനിക്ക് അങ്ങനെ ഒരു വിധിയായി വന്നല്ലോ എന്നുള്ളൊരു വിഷമവും എൻ്റെ മനസ്സിലുണ്ട്. സാമ്പത്തികം കുറച്ച് ഡൗൺ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ സേവിങ്സും കാര്യങ്ങളൊന്നുമില്ല. ഈ പബ്ലിക്കിൻ്റെ നിന്ന് കിട്ടുന്ന പണം തന്നെയാണ് നമ്മൾക്ക് ഇപ്പോഴും ചികിത്സയ്ക്കായിട്ട് ഇപ്പോഴും നോക്കുന്നത്. അതിന് മുന്നുള്ള കുറച്ച് സേവിങ്സും കാര്യങ്ങളും ഞങ്ങളുടെ ആദ്യത്തെ ചികിത്സിക്കുന്ന തുടക്കത്തിൽ തന്നെ ചികിത്സയ്ക്ക് 5-8 ലക്ഷത്തോളം ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നായി. പിന്നീടുള്ള സേവിങ് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഈ വീടും പറമ്പും മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചികിത്സ ഇങ്ങനെ ക്രൗഡ് ഫണ്ടിങ് തന്നെയാണ് ഞങ്ങൾക്കൊരു ആശ്രയം. രണ്ട് ഡോണേഴ്സും നമുക്ക് ടെസ്റ്റിന് വേണ്ടി അയച്ചിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിയുമ്പോൾ ചോദിക്കുമായിരുന്നു എങ്ങനെ എന്തായി. അപ്പോൾ 2 റിജക്റ്റ് ആയി എന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് മുന്നേ ഇത് ഒരു തീരുമാനം ഉണ്ടായിരുന്നു, പക്ഷേ എങ്ങനെ പറയും, പിന്നെ ഒരു ഏജിൻ്റെ പ്രശ്നവും കൂടെ വന്നപ്പോൾ ലാസ്റ്റ് ഞാൻ തന്നെ പറഞ്ഞു എനിക്കിത് കൊടുക്കണം, ഒരാൾ ഇല്ലാണ്ടാവാൻ ആ ഒരു ഇത് പറ്റില്ല. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, എന്തായാലും അടുത്ത മാസം 18 ആവും, ഞാൻ തന്നെ കൊടുത്തോളാം. അപ്പോൾ ഡോക്ടറും പറഞ്ഞു അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് 18 വയസ്സ് കഴിഞ്ഞ് അപ്പോൾ ലീഗൽ ഇഷ്യൂസൊന്നും വരില്ല, അപ്പോൾ നല്ല രീതിയിൽ തന്നെ പോവാം എന്നുള്ളത് പറഞ്ഞു. പേടി ഉണ്ടായിരുന്നു ഒരു ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഉള്ളൊരിത്, അല്ലാണ്ട് ഇതിന് കൊടുക്കണം എന്നുള്ളതിലുള്ള പേടിയൊന്നുമില്ല. ഡോക്ടർ അത്ര ഉറപ്പാണ് തന്നിട്ടുള്ളത്, നല്ല റിക്കവറിയും ആരോഗ്യമൊക്കെ പഴയ പോലെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇത് നിങ്ങളുടെ ഓരോരുത്തരും ഓരോ സഹായമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആശ്രയം. അപ്പോൾ പറ്റുന്ന പോലെ ചെറിയ സഹായമാണെങ്കിലും അത്രയും വലിയ കാര്യമായിരിക്കും. ഉള്ളെത്ര വിങ്ങിയാലും മങ്ങലേൽക്കാത്ത ചിരിയാണ് അമ്മമാരുടേത്. ആ ചിരി മാച്ചു കളയാതെ അമ്മയ്ക്ക് കരുത്തേകുകയാണ് ഇവിടെ ദിയ. ഇത്ര ചെറുപ്പത്തിലെ ധീരമായ തീരുമാനമെടുത്ത ദിയ കേരളത്തിലെ ഓരോ കുട്ടികൾക്കും മാതൃകയാണ്. അമ്മമാർ സ്വന്തം ജീവൻ കൊടുത്ത് മക്കളുടെ ജീവൻ രക്ഷിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ മകൾ തന്റെ കരൾ ഇവിടെ പകർത്തു നൽകുകയാണ്.